സഹവീരം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പദഗമനങ്ങളിലും ധർമ്മസ്വരൂപനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പദപത്മങ്ങളിലും ശക്തിസ്വരൂപിണിയായ ജഗദംബയുടെ പദഗമനങ്ങളിലും സേവനം കൊണ്ടും കർമ്മം കൊണ്ടും ആത്മാരാമ പദവി ആർജിച്ച ആഞ്ജനേയ മഹാപ്രഭുവിൻ്റെ പദപത്മങ്ങളിലും ധന്യമായ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതികളിലും ഒരു ഭഗവത് വിഗ്രഹത്തിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങൾ എന്നവണ്ണം സമർപ്പിച്ചുകൊള്ളട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്നിവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. കാരണം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നടക്കുന്ന പ്രഭാഷണ പരമ്പര ഒരുപാട് ദിവസങ്ങൾ, സാധാരണഗതിയിൽ മണ്ഡല മാസത്തിൽ സമാപിക്കുന്ന പ്രഭാഷണ പരമ്പര വീണ്ടും അത് മുന്നോട്ട് ദിവസങ്ങൾ നീട്ടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതാവശ്യമുള്ള ഒരു സമൂഹം, പ്രഭാഷണ പരമ്പരയും സത്സംഗങ്ങളും ആവശ്യമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ ഒരു സായാഹ്നം ഇവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾ ഇത്രയും ഭാരിച്ച ചെലവ് സഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു എത്രയോ മാസങ്ങൾക്ക് മുമ്പേ തന്നെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് എന്നോട് ചോദിച്ചിരുന്നത്. അതിനു മുമ്പേ അദ്ദേഹം ചോദിച്ചിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ദിവസം കൊടുക്കാൻ സാധിക്കാത്തവരികയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 6 മാസത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സത്സംഗത്തിന് വേണ്ടിയുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത്. ഈ ദേശത്ത് ഉള്ള മുഴുവൻ ആളുകളും അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സത്സംഗത്തിൻ്റെയും അത് സമാജത്തിന് നൽകുന്ന ദിശാബോധത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കിക്കൊണ്ട് സർവാത്മന എല്ലാവരും സഹകരിക്കണമെന്ന് ഒരു വിനീതമായ അപേക്ഷ ഇതോടൊപ്പം ആദ്യമേ തന്നെ സമർപ്പിക്കട്ടെ. ഇവിടെ വരുന്ന എല്ലാ ആളുകളും അവരുടെ പരിചയത്തിലുള്ള ആളുകളോട്, സുഹൃത്തുക്കളോട്, കുടുംബാംഗങ്ങളോട് ഒക്കെ പറഞ്ഞുകൊണ്ട് വരും വർഷങ്ങളിലും ഈ സംരംഭം സമാജത്തിന്റെ ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രചരിപ്പിക്കുവാനുള്ള ദൗത്യം കൂടി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ഈ ഒരു പ്രഭാഷണ പരമ്പര അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോരോ ദിവസവും ഓരോ വിഷയം സത്സംഗം ചെയ്യാറുണ്ട് എന്നെനിക്കറിയാം. ആ വിഷയം നമ്മളെല്ലാം കേൾക്കുന്നു എന്നതിനേക്കാൾ ഉപരി അതിന്റെ പ്രാധാന്യത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളായിട്ട് ഇവിടെ വരുന്ന നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. എന്തായാലും ഇന്നിവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയം സുന്ദരകാന്ഡത്തിലെ ഹനുമാൻ എന്നുള്ളതാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. വാൽമീകി രാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം നമുക്കറിയാം ഏറ്റവും സുന്ദരമായിട്ടുള്ള കാണ്ഡമാണ്, അല്ലേ? അത് പറഞ്ഞ എല്ലാവരും ചിലപ്പോൾ ചീത്ത പറയും. കാരണം ബാക്കി എല്ലാ കാണ്ഡങ്ങളും വായിക്കാൻ സുഖമാണ്, എന്നാൽ സുന്ദരകാന്ഡം വായിക്കാൻ സുഖമില്ല എന്ന് പറയാറ്. പക്ഷേ സുന്ദരനായിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയുടെ ലീലാവിലാസങ്ങൾ മുഴുവൻ വർണ്ണിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ
ആ ഒരു സത്ത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് തന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് ഉത്തരേന്ത്യയിലൊക്കെ വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ആശ്രമങ്ങളിലുമൊക്കെ ഹനുമാൻ സ്വാമിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് സുന്ദരകാന്ഡ പാരായണം പോലുമുണ്ട്. കേരളത്തിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഹനുമാൻ സങ്കല്പത്തിലുള്ള സ്ഥലങ്ങളിലുമൊക്കെ സുന്ദരകാന്ഡത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കാറുമുണ്ട്. സുന്ദരമായിരിക്കുന്ന ആഞ്ജനേയന്റെ കാന്ഡം എന്ന് അതിന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സുന്ദരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ള കാണ്ഡം എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾക്ക് സുന്ദരകാന്ഡം പാത്രീഭൂതമാവാറുണ്ട്. ഇവിടെ സുന്ദരകാന്ഡത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആ സുന്ദരകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പ്രധാനപ്പെട്ട 11 ഭാഗങ്ങളാണ്. സുന്ദരകാന്ഡം എന്ന് പറയുന്ന ആ ഒരു കാണ്ഡത്തിൽ പ്രധാനപ്പെട്ട 11 ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, ഒന്നാമത്തേത് സമുദ്രലംഘനമാണ്. സുന്ദരകാന്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഭാഗം സമുദ്രലംഘനം. സമുദ്രലംഘനത്തിന് വേണ്ടി പരിശ്രമിച്ച ആഞ്ജനേയസ്വാമിക്ക് ഉണ്ടാകുന്ന മാർഗവിഘ്നമാണ് രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തത് സമുദ്രലംഘനവും രണ്ടാമത്തത് മാർഗവിഘ്നവുമാണ്. മൂന്നാമത്തത് ആ മാർഗവിഘ്നത്തിന്റെ ഒടുവിൽ ലങ്കാലക്ഷ്മിക്ക് ഹനുമാൻ സ്വാമി നൽകുന്ന മോക്ഷം. അതാണ് മൂന്നാമത്തെ ഭാഗമായിരിക്കുന്ന ലങ്കാലക്ഷ്മി മോക്ഷം. തുടർന്ന് ലങ്കാലക്ഷ്മി മോക്ഷത്തിന് ശേഷം ആഞ്ജനേയ സ്വാമി സീതാദേവിയെ സന്ദർശിക്കുന്നു. സീതാ സന്ദർശനം നാലാമത്തെ ഭാഗം. 5 സീതാ സന്ദർശനം നടക്കുന്ന സമയത്ത് അഴകിയ രാവണന്റെ പുറപ്പാടാണ് അടുത്ത ഭാഗം, 5ാമത്തെ ഭാഗം. 6ാമത്തേത് രാവണൻ വന്നതിന് ശേഷം, രാവണൻ സീതാദേവിയെ മോഹിപ്പിച്ചതിന് ശേഷം സീതാദേവിയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് രാവണന്റെ ഇച്ഛാഭംഗം. ഇതാണ് 6ാമത്തെ ഭാഗം. അത് കഴിയുമ്പോൾ ആഞ്ജനേയസ്വാമിയും സീതാദേവിയും തമ്മിലുള്ള സംവാദം, ഹനുമത് സീതാ സംവാദമാണ് 7ാമത്തെ ഭാഗം. ഹനുമത് സീതാ സംവാദത്തിന് ശേഷം ആഞ്ജനേയസ്വാമി ലങ്കാമർദ്ദനം നടത്തുന്നു, ലങ്കാദഹനം നടത്തുന്നു. അതാണ് ലങ്കാമർദ്ദനമാണ് 8ാമത്തെ ഭാഗം. ലങ്കാമർദ്ദനത്തിന് ശേഷം ആഞ്ജനേയസ്വാമിയെ പിടിച്ചുകെട്ടി രാവണന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിൽക്കുന്ന സമയത്ത് ഹനുമാൻ രാവണ സഭയിലെത്തുന്ന ഭാഗമാണ് 9ാമത്തെ ഭാഗം. അവിടെ നിന്നും നമുക്കറിയാം, വാലിൽ തുണി ചുറ്റിയതിനു ശേഷം ലങ്കാദഹനം നടത്തിയ ഭാഗമാണ് 10ാമത്തെ ഭാഗം. അതിനുശേഷം തിരിച്ച് ആഞ്ജനേയസ്വാമി ശ്രീരാമന്റെ സന്നിധിയിലേക്ക് തിരിച്ചെത്തുന്ന പ്രത്യാഗമനം, ഹനുമാന്റെ പ്രത്യാഗമനം, ഇതാണ് 11ാമത്തെ ഭാഗം. ഇങ്ങനെ 11 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം. ഒന്ന് സമുദ്രലംഘനം. ഇതെന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചാൽ, ഈ സുന്ദരകാന്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ ഓവറോൾ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹനുമാൻ സ്വാമി ആദ്യം സമുദ്രലംഘനത്തിന് വേണ്ടി തയ്യാറാകുന്നു. നമ്മുടെ മനസ്സിലേക്ക് ചിത്രം വരണം. സമുദ്രതീരത്ത് ആഞ്ജനേയസ്വാമി സമുദ്രം മറികടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നതാണ് 1ാമത്തെ ഭാഗം. ആ സമുദ്രലംഘനം നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന മാർഗവിഘ്നങ്ങൾ, 2-3 മാർഗവിഘ്നങ്ങളുണ്ട്. ആ മാർഗവിഘ്നങ്ങളാണ് 2ാമത്തെ ഭാഗം. മാർഗവിഘ്നത്തിന് ശേഷം ലങ്കയിൽ എത്തിച്ചേരുന്ന സമയത്ത് ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുക്കുന്നു. അതാണ് 3ാമത്തെ ഭാഗം. അപ്പൊ നമ്മുടെ മനസ്സിൽ ചിത്രം വരിക, സമുദ്രത്തിന്റെ മറുകരയിൽ നിൽക്കുന്നു, സമുദ്ര ലംഘനം ചെയ്യുന്നു, മാർഗവിഘ്നം ഉണ്ടാകുന്നു, ലങ്കയിൽ എത്തിച്ചേരുന്നു, ലങ്കാലക്ഷ്മി മോക്ഷം കൊടുക്കുന്നു. 3 ഭാഗം കഴിഞ്ഞു. ഇത് ഞാൻ ചോദിക്കും കേട്ടോ, ഒന്നേതാണ് രണ്ടേതാണ് ചോദിക്കും. അപ്പൊ നമ്മളെവിടെ എത്തിപ്പോ ലങ്കയിലെത്തി, ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്തു. ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആഞ്ജനേയസ്വാമി സീതാദേവിയെ കണ്ടുപിടിക്കുന്നു. സീതാദർശനം, അതാണ് 4ാമത്തെ ഭാഗം. ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടുപിടിച്ചു. കാരണം അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ലങ്കയിൽ പോയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സീതാദേവിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ 4ാമത്തെ ഭാഗമായിട്ട് സീതാദർശനം നടക്കുന്ന സമയത്താണ് രാവണൻ വരുന്നത്. അപ്പൊ രാവണന്റെ പുറപ്പാട് 5ാമത്തെ ഭാഗം. രാവണൻ വന്നതിന് ശേഷം സീതാദേവിയെ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സീതാദേവിയുടെ മറുപടി കൊണ്ട് രാവണന്റെ ഇച്ഛാഭംഗമാണ് അടുത്ത 6ാമത്തെ ഭാഗം. ഈ സീനൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? അക്കരെ എത്തി, ലങ്കാലക്ഷ്മി മോക്ഷം കൊടുത്തു, സീതാദേവിയെ കണ്ടില്ലേ? കണ്ട സമയത്ത് രാവണൻ വരുന്നില്ലേ? രാവണന്റെ പുറപ്പാട്, രാവണൻ സീതാദേവിയോട് സംസാരിക്കുന്ന കാണുന്നില്ലേ? സീതാദേവി തിരിച്ച് ചീത്ത പറയുന്നില്ലേ? അപ്പൊ രാവണന്റെ ഇച്ഛാഭംഗം ഉണ്ടായില്ലേ? ഇത്രയും മനസ്സിൽ വന്നോ? വന്നെങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. എന്റെ മനസ്സിൽ മാത്രം വന്നിട്ട് കാര്യമില്ല. വന്നോ? ശരി. അപ്പൊ സീതാദേവി രാവണന്റെ ഇച്ഛാഭംഗം, രാവണൻ അവിടുന്ന് ആഗ്രഹങ്ങൾക്ക് തടസ്സം സംഭവിക്കുന്നു. രാവണൻ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്കറിയാം, ആഞ്ജനേയസ്വാമി മരത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് സീതാദേവിയോട് പറഞ്ഞ് ദശരഥന്റെ രാമന്റെ കഥ പറഞ്ഞപ്പോ സീതാദേവിയും ഹനുമാൻ സ്വാമിയും തമ്മിൽ കാണുന്നു. സീതാദർശനം മനസ്സിൽ വന്നോ? ആ പിക്ചർ വരേണ്ടത്
ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന സീതാദേവിയുടെ മുന്നിലേക്ക് വിനയാന്വിതനായിട്ട് തൊഴുതു കൊണ്ടുവരുന്ന ആഞ്ജനേയ സ്വാമി നമ്മൾ കണ്ടോ? ഇപ്പോ കണ്ടോ? സീതാദർശനം കഴിഞ്ഞാൽ ഹനുമാൻ സീതാസംവാദം, സീതാദർശനമല്ല, ഹനുമാൻ സീതാസംവാദം. ഹനുമാൻ സ്വാമിയും സീതാദേവിയും തമ്മിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞാനത് ഇന്ന ആളാണെന്നൊക്കെ പറയുന്നു. സീതാദേവി മറുപടി പറയുന്നു, അടയാള വാക്ക് കൊടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു. അങ്ങനെ ഹനുമാൻ സീതാ സംവാദം കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ സ്വാമി അവിടെ നിന്നും തിരിച്ച് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ലങ്കാമർദ്ദനം നടത്തുന്നു. ലങ്കാദഹനമല്ല, ലങ്കാമർദ്ദനം നടത്തുന്നു. ഉദ്യാനമൊക്കെ തല്ലി പൊട്ടിച്ച് അടിച്ചു പിടിച്ച് ലങ്കാമർദ്ദനം നടത്തുന്നു. ലങ്കാമർദ്ദനം നടത്തിയ സമയത്ത് രാവണന്റെ സൈന്യം എന്ത് ചെയ്യുന്നു? ഹനുമാൻ സ്വാമിയെ പിടിച്ചു കെട്ടിയിട്ട് രാവണന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഹനുമാൻ രാവണ സഭയിൽ. അതാണ് 9ാമത്തെ ഭാഗം. രാവണ സഭയിലെത്തുന്ന ഹനുമാൻ സ്വാമിയെ രാവണൻ എന്ത് ചെയ്യുന്നു? വാലിൽ തുള്ളി ചുറ്റിയിട്ട് തീ കൊളുത്തുന്നു. 10ാമത്തെ ഭാഗം, ആ തീയും കൊണ്ട് ലങ്കാ നഗരം മുഴുവൻ ചുട്ടരിക്കുന്നു. ലങ്കാദഹനം. മനസ്സിലായി? അത് 10ാമത്തെ ഭാഗം. ലങ്കാദഹനം കഴിഞ്ഞാൽ ആഞ്ജനേയ സ്വാമി തിരികെ അങ്ങോട്ട് പോകുന്നു. ശ്രീരാമന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്നു, മറുകര ചാടുന്നു. അതാണ് 11ാമത്തെ ഭാഗം, ഹനുമാന്റെ പ്രത്യാഗമനം. ഇത്രയേ ഉള്ളൂ സുന്ദരകാന്ഡം. വളരെ വളരെ ചുരുക്കമാണ്. അധ്യാത്മരാമായണത്തിൽ മറ്റേത് കാണ്ഡങ്ങളെക്കാളും ഏറ്റവും സുന്ദരമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിന്റെ തത്വത്തെ ഗ്രഹിക്കാനും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം. ഹനുമാൻ സ്വാമിയുടെ സ്വഭാവം കൊണ്ട് തന്നെ ആ സുന്ദരകാന്ഡത്തിലുടനീളം ഹനുമാൻ സ്വാമി നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന ജീവിത രീതി കൊണ്ട് തന്നെ ഓരോ വ്യക്തിയും എങ്ങനെയായി തീരണമെന്ന് കൃത്യമായിട്ട് സുന്ദരകാന്ഡം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പുള്ള കിഷ്കിന്ധാകാന്ഡം അല്ലെ, സുന്ദരകാന്ഡം തൊട്ട് മുമ്പ് കിഷ്കിന്ധാകാന്ഡല്ലേ, കിഷ്കിന്ധാകാന്ഡത്തിന്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ രാമായണം ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? കൊള്ളാലോ. നാളെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ന് പറയാൻ കാരണം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇനി ആ വഴിക്കില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. വരുന്നുണ്ടെങ്കിൽ രാമായണം കൊണ്ടുവരണം. കാരണം സുന്ദരകാന്ഡത്തിലെ ഹനുമാനെ കുറിച്ച് പറയുന്ന സമയത്ത് രാമായണത്തിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിൽ സമുദ്രലംഘന ചിന്തയുണ്ടാകുന്നതിന് മുമ്പ്, എന്ന് വെച്ചാൽ ഈ സമുദ്രത്തിന്റെ മറുകരയിലാണ് സീതാദേവി ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് സമ്പാദി, കേട്ടിട്ടില്ലേ? സമ്പാദിയാണ് ഈ വാനര സൈന്യത്തോട് പറയുന്നത്, ഈ നദിയുള്ള ഈ സമുദ്രത്തിന്റെ മറുകരയിൽ ആരുണ്ട്? സീതാദേവി ഉണ്ട് എന്ന് പറയുന്നത്. അതിങ്ങനെയാണ്: ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്നിരേവരും. സമ്പാദി പറയുകയാണ്, ശ്രീരാമന്റെ നാമം കൊണ്ടാണ് എല്ലാവരും ഈ പ്രപഞ്ചത്തിന് ദുഃഖത്തിൽ നിന്ന് മറുകര കാണുന്നത്, പ്രപഞ്ചത്തിന്റെ ദുഃഖത്തിൽ നിന്ന് മറുകര കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് രാമനാമം ഉണ്ടെങ്കിൽ രാമനാമം ജപിച്ചുകൊണ്ട് രാമഭക്തരാം നിങ്ങൾക്ക് ഒരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാവുകയില്ല. സമ്പാദി പറയാണ്, രാമഭക്തരാണല്ലോ നിങ്ങളെല്ലാവരും. വാനര സൈന്യത്തോട് പറയാ, നിങ്ങളെല്ലാവരും രാമഭക്തരാണ്. രാമനാമം കൊണ്ടാണ് മനുഷ്യർ, ഈ പ്രപഞ്ചത്തിലുള്ള ജീവികൾ, അവരുടെ ദുഃഖത്തിൽ നിന്ന് മറുകര കാണുന്നത്, ദുഃഖമാകുന്ന സാഗരത്തിന്റെ മറുകര കാണുന്നത് രാമനാമ ജപം കൊണ്ടാണ്. അല്ലയോ വാനരപ്രവരരെ, നിങ്ങൾ രാമഭക്തരാണല്ലോ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ സാഗരം മറിച്ച് കടക്കുവാൻ, സാഗരം മറുകണ്ഠം ചാടുക അല്ലെങ്കിൽ മറുകരയിലേക്ക് പോകുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് സമ്പാദി പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സമ്പാദി പറഞ്ഞു കഴിയുമ്പോ ഇവരെല്ലാവരും തയ്യാറായി. ഈ വാനരന്മാരൊക്കെ തയ്യാറായി. അങ്കദൻ അല്ലെ, ഒരുപാട് പേരറിയാലോ. ഞാൻ ചുരുക്കി പോവാണ്, എല്ലാം വിശദീകരിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇവരെല്ലാവരും ആ സാഗരത്തെ മറുകര ചാടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നമുക്കൊക്കെ സംഭവിക്കുന്നത് പോലെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ടായി അല്ലേ? നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പുണ്ടെന്ന് കരുതിക്കോളൂ. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? പറ്റുമോ? തോന്നാറില്ലേ? അല്ലേ? പരീക്ഷയ്ക്ക് നമ്മളൊക്കെ പഠിച്ചു, എന്നിട്ടോ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു പോയി. അവിടെ എത്തുന്ന സമയത്തോ പറ്റുമോ? അങ്ങനെ ഏതൊരു കാര്യത്തിലും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു പിൻവിളി ഉണ്ടാവും, പറ്റുമോ. ഇതേപോലെ ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാരോഗ്യ കപികുലം. ആ സമുദ്രത്തിൽ ക്രൂരങ്ങളായിട്ടുള്ള മുതലകളുണ്ട്, മറ്റു ജീവികളുണ്ട്, ജന്തുജാലങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്.
ഇതെങ്ങനെയാണ് മുരുകനെ ചാടാൻ സാധിക്കുക, ഞങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള ദുഃഖവും വിഷമവും സംശയവും ശങ്കയൊക്കെ ആർക്കുണ്ടായി? ഈ വാരണ സൈന്യത്തിനുണ്ടായി. സമ്പാദ്യം ഇതൊക്കെ പറഞ്ഞു, ശരി. സമ്പാദ്യം എന്നിട്ട് ഉയർന്ന് വിഹായസിലേക്ക് പോയി. ആ പോയ സമയം വരെ ഇവർ തയ്യാറായിരുന്നു ചാടിക്കിടക്കാൻ. പക്ഷെ സമ്പാദ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിൽ സംശയമായി, നമുക്ക് പറ്റുമോ. അങ്ങനെ പറ്റുമോ സംശയമായി കഴിഞ്ഞപ്പോൾ നേതാവായിരിക്കുന്ന അംഗദൻ ബാക്കിയുള്ള മർക്കടന്മാരോട് വരന്മാരോട് പറഞ്ഞു, എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. അല്ലയോ വരന്മാരെ, നിങ്ങൾക്ക് ശക്തിയുണ്ട്, വിക്രമമുണ്ട്, പരാക്രമശാലികളാണ് നിങ്ങളൊക്കെ, നിങ്ങൾക്ക് പറ്റും. അംഗത്തിന് മോട്ടിവേഷൻ കൊടുക്കണം കേട്ടോ. കാരണം അംഗത്തിന് മനസ്സിലായി ഇവരെല്ലാവരും ക്ഷീണിച്ചു, ഇവർക്കെല്ലാവർക്കും മനസ്സിൽ ഒരു വിഷമമുണ്ട്, സംശയമുണ്ട് തോന്നിയപ്പോ അംഗദൻ ഇവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാം വീരന്മാരാണ്, ശൂരന്മാരാണ്, പരാക്രമശാലികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എന്നാൽ ഇവർ നിങ്ങളിൽ വെച്ച് നിങ്ങളെല്ലാവരും ശ്രേഷ്ഠന്മാരാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയൂ, ഞാൻ ചാടിക്കടക്കാമെന്ന് പറയൂ. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ വീരന്മാരാണ്, ശൂരന്മാരാണ്, പരാക്രമശാലികളാണ്, ആരോഗ്യമുള്ള ആളുകളൊക്കെയാണ്. ഇത്രയും പേര് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ മുന്നോട്ട് പോവാ, ഞാൻ ചാടിക്കിടക്കാമെന്ന് പറ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. സാധാരണഗതിയിൽ നമ്മളിപ്പോ സംസ്ഥാനമൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉള്ളവർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കൂ എന്ന് പറയുമ്പോൾ ഈ അംഗം നിന്ന പോലെ നമ്മളിങ്ങനെ നിൽക്കും, ബാക്കി കുരങ്ങന്മാർ നിന്ന പോലെ ബാക്കി എല്ലാവരും നിൽക്കും. കാരണം എന്താ? ആർക്കും മുന്നോട്ട് വരാൻ പേടിയാ. അതേപോലെ ഈ കുരങ്ങന്മാരൊന്നും അനങ്ങിയില്ല, അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അംഗത്തിന് ഒരു വിഷമമായി. കാരണം എന്താ? ഇദ്ദേഹമാണ് നേതാവ്. അപ്പൊ അംഗത്തിന് വീണ്ടും ചോദിക്കുകയാണ്, ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഓരോരുത്തരും വന്നിട്ട് പറയൂ, എനിക്ക് പറ്റും, ഇത്ര പറ്റും എന്ന് ഓരോരുത്തരെങ്കിലും വന്ന് പറയാൻ പറഞ്ഞു. കാരണം അംഗത്തിനെ തീരുമാനാക്കിയിട്ട് പോകാൻ പറ്റൂലേ. അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു, എനിക്ക് 10 യോജന ചാടാം. ഒരാൾ പറഞ്ഞു എനിക്ക് 20 പറ്റും, അടുത്ത ആൾ പറഞ്ഞു എനിക്ക് 30 പറ്റും, അടുത്ത ആൾ 40 പറ്റും, അടുത്ത ആൾ 50 പറ്റും. ഇങ്ങനെ പറഞ്ഞ് അർണവം എത്ര യോജനയാണ്? 100 യോജനയാണ്. ഈ സമുദ്രം 100 യോജനയാണ്. അവസാനത്തെ ആള് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 100 യോജന ചാടാം, പക്ഷേ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ചാടിയാൽ മാത്രം മതിയോ? അവിടെ ചെന്ന് സീതാദേവിയെ കണ്ട് വൃത്താന്തങ്ങൾ അറിയിച്ച് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പൊ നമ്മളെപ്പോലെ തന്നെ ബിരുദന്മാരാണ് ഇവരെന്ത് പറഞ്ഞു? 100 ഞാൻ ചാടിക്കോളാം, പക്ഷെ തിരിച്ചിങ്ങോട്ട് വരില്ല. അപ്പൊ ഇവരെന്തായാലും പറഞ്ഞു വിടൂലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അംഗദനാകെ വിഷമത്തിലായി. അംഗദൻ പറഞ്ഞു, ശരി, എന്തായാലും നമുക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല, നമ്മൾ രാമകാര്യത്തിൽ ഇറങ്ങിയിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇവർ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ജാംബവാൻ, ഇവിടെ നിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെ ഒരു ജാംബവാന്റെ കുറവുണ്ട്. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ജാംബവാന്റെ കുറവ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ജാംബവാൻ എഴുന്നേറ്റ് അംഗദനോട് പറഞ്ഞു, അല്ലയോ അംഗദ, നീ വിഷമിക്കണ്ട, ഇതാ അവിടെ മൂലയ്ക്ക് ഇരിക്കുന്ന ആളെ നോക്കൂ, അയാൾ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്നിനും ഇടപെടാതെ. ഇതൊന്നും നമ്മുടെ കാര്യമേ അല്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ മിണ്ടാണ്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് എന്താണ് പേര്? അഞ്ജനയൻ, സാക്ഷാൽ ശ്രീ ഹനുമാൻ. ആ ഹനുമാന് സാധിക്കും. ആരോടാ പറയുന്നത്? അംഗദനോട് പറയാ. ആര് പറയുന്നു? ജാംബവാൻ. എന്നിട്ട് ജാംബവാൻ പോയിട്ട് ഹനുമാൻ സ്വാമിയെ തട്ടി വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ ഹനുമാനെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ ആരാ നിനക്കറിയോ? രാമായണത്തിൽ പറയുന്നു, എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഏതും പറയാതെ. എന്തു ജഗൽപ്രാണനന്ദനൻ, അല്ലയോ ജഗൽപ്രാണനന്ദൻ, ഈ വിശ്വം മുഴുവൻ പ്രാണൻ നൽകുന്ന ആ പ്രാണന്റെ പുത്രനായിരിക്കുന്ന അല്ലയോ ആഞ്ജനേയ, നീ എന്താ ചിന്തിച്ചിരിക്കുന്നത്? ഒന്നും പറയാതെ, നീ ഒന്നും മിണ്ടാതെ എന്താ ചിന്തിച്ചിരിക്കുന്നത്? എന്നിട്ട് പറയുന്നു, കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ, നീ മിണ്ടാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ? കണ്ടീല നിന്നെയൊഴിഞ്ഞ് മറ്റാരെയും. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നിന്നെയല്ലാതെ മറ്റൊരാളെയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. പരിഹാരം നീ മാത്രമേ ഉള്ളൂ. കാരണം പറയാൻ ശ്രദ്ധിക്കണം, ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പാർവതീ ദേവിയുടെ ഗർഭത്തിൽ സാക്ഷാൽ മഹാദേവന്റെ ബീജമായിട്ട് അവതരിച്ചിരിക്കുന്ന അങ്ങേക്കല്ലാതെ ഹനുമാനെ വേറെ ആർക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കും എന്ന്
ജാമ്പവാൻ ഹനുമാനോട് ചോദിക്കുന്നു. അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നു, പിന്നെ വാദാത്മജനാകയുമുണ്ട്. അവൻ വാദാത്മജനും കൂടെയാ, വായുവിന്റെ പുത്രനും കൂടെയാ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, തന്നോട് തുല്യ ബലവേഗം. അതായത് കാറ്റിന്റെ വേഗത എന്താണോ, കാറ്റിന്റെ ബലം എന്താണോ, അതിന് തുല്യമായിട്ടുള്ളവനാണല്ലയോ ആഞ്ജനേയ അങ്ങ്. എന്നിട്ടും എന്താ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് എന്ന് ജാമ്പവാൻ ആഞ്ജനേയനോട് ചോദിക്കുന്നു. എന്നിട്ട് പണ്ടത്തെ കഥ ഓർമ്മപ്പെടുത്തുക. ജാമ്പവാൻ പറയുന്നു, അഞ്ജനാ ഗർഭ അച്യുതനായിട്ട് അവനിയിൽ അഞ്ജസാജാതനായി, അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ സമയത്ത് ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു. അല്ലയോ ആഞ്ജനേയ, നീ എന്നെ പറ്റിക്കണ്ട. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ 500 യോജന മുകളിലേക്ക് ചാടിയവനാണ് നീ. ആ കാര്യമൊക്കെ എനിക്കറിയാം, നീ എന്നെ പറ്റിക്കണ്ട. ഇവിടെ സമുദ്രം എത്ര യോജനയാ? 100. തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ എത്ര വേണം? 100. മൊത്തം എത്രയായി? 200. ജനിച്ചപ്പോ എത്ര യോജന ചാടി? 500. പിന്നെ ആർക്കാ സാധിക്കില്ല എന്ന് പറയാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ ജാമ്പവാൻ പണ്ടത്തെ ആ കഥയൊക്കെ നമുക്കറിയാം, വിശദീകരിച്ച് പോകുന്നില്ല. അന്ന് സൂര്യനെ പിടിക്കാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും, വായുദേവൻ പാതാളത്തിലേക്ക് കൊണ്ടുപോയതും, ഭൂമിയിൽ എന്താണ് വായു ഇല്ലാതെ, അല്ലേ? അങ്ങനെയൊക്കെ അറിയാലോ. അങ്ങനെ